നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ചില ആളുകളൊക്കെ ഷൈൻ ചെയ്യാനായിട്ട് വരും. ഷൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ആളാണെന്നുള്ളൊരു പെർഫോമൻസ് കാണിക്കാനായിട്ട് ചില ഹോട്ടലുകളിലേക്ക് കയറി വരും. എന്നിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ എറണാകുളത്ത് പാലാരിവട്ടത്ത് നിന്നില്ല. അവിടെ ഒരു ഹോട്ടലിൽ അവിടെ ഒരു ടീം കയറി രാത്രിയിൽ, ഒരു സ്ത്രീ ഒരു പുരുഷനും. അപ്പോൾ അവരവിടുത്തെ സപ്ലയറോട് പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആവശ്യപ്പെട്ടു. ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് രണ്ടാളും കൂടി 2 ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അത് രണ്ടാൾക്കും കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞ് ഒരു മിനറൽ വാട്ടർ എടുത്തു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് രണ്ടാളും തിന്ന് ഒരു പകുതി മുക്കാൽ ഭാഗമായി, ചട്ടിയുടെ ഒരു പകുതി മുക്കാൽ ഭാഗമായി ആക്കിയപ്പോൾ അവർ പറയാണ്, ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് ശരിയല്ല, ഇത് ഉണ്ടാക്കിയത് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ കഴിച്ച് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആരോട്? സപ്ലയറോട്. അപ്പോൾ സപ്ലയർ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന മുതലാളി, ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന മുതലാളിമാരോട് അവിടെ പറഞ്ഞാൽ മതി. അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അയാൾ ആദ്യം തന്നെ സപ്ലയറോട് ചോദിച്ചു, ഇത് ബിരിയാണി റൈസാണോ പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണോന്നും. അപ്പോൾ അതിനുള്ള മറുപടി സപ്ലയർ കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിരിയാണി റൈസ് ഇങ്ങനെ അല്ല. ബിരിയാണി റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിയിൽ നിന്ന് അതിൻ്റെ ബീഫായാലും ചിക്കനായാലും ഒക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വെറും റൈസാണ്. ബിരിയാണി റൈസ്, അതിന് ബിരിയാണി എന്നും പറയും, റൈസ് എന്നും പറയാം. അപ്പോൾ അതിനാണ് റൈസ് എന്ന് പറയുക. അപ്പോൾ അയാൾക്കത് വലിയൊരു കൊള്ളൽ കൊണ്ടു. അയാളുടെ ഒപ്പം ഇരിക്കുന്ന സ്ത്രീ അയാളുടെ ഭാര്യയെന്ന് തോന്നുന്നു. എന്തായാലും അയാൾ അത് ഒരു കാരണമാക്കിയിട്ട് അയാൾ അവിടെ നിന്ന് ഷൈൻ ചെയ്തു, ഇത് ഭക്ഷണം പോരാ. ലാസ്റ്റ് മുതലാളി കാശ് വാങ്ങാതിരിക്കാൻ നോക്കി. കാരണം 2 ചിക്കൻ റൈസിൻ്റെ പൈസ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിൽ സപ്ലയർ പറഞ്ഞ് ഒരു മിനറൽ വാട്ടർ കൂടെ എടുത്തു. ലാസ്റ്റ് അയാൾ കാശ് കൊടുക്കാൻ ഏറ്റു. അപ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, ഭക്ഷണം നന്നായിട്ടല്ല, ഭക്ഷണത്തിൻ്റെ പ്രശ്നമല്ല. ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭക്ഷണം ബായി വെക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഇത് കഴിക്കാൻ തുടങ്ങുമ്പോൾ അറിയാം. അത് കഴിച്ച് കഴിഞ്ഞൊരു മുക്കാൽ ഭാഗം ആയി കഴിഞ്ഞപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഭക്ഷണം മോശമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയില്ല, അത് ആ 2 ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ കാശ് കൊടുക്കാതെ അവിടുന്ന് തന്ത്രപൂർവ്വം കഴിച്ചില്ല. കാരണം രക്ഷപ്പെടാനുള്ള ഒരു പരിപാടിയാണ് അവർ നോക്കുന്നത്. അതിനുള്ളൊരു പരിപാടിയാണ് അവരിന്നലെ ഒപ്പിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സപ്ലയറുടെ പേര് കംപ്ലയിൻറ്റ് ചെയ്താൽ സപ്ലയറോട് മുതലാളി ചൂടാവില്ല. അപ്പോൾ എന്നോടെന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു അവിടെ സപ്ലയർ. അപ്പം എന്നോട് മുതലാളി പറഞ്ഞു, കസ്റ്റമറോടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ലേശം ഡീസൻ്റായിട്ട് ഡീൽ ചെയ്യുക. ഞാൻ പറഞ്ഞു, അയാൾ പറഞ്ഞ രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് കാശ് വാങ്ങണ്ട. ഞാൻ പറഞ്ഞു കാശ് വാങ്ങണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ തരാമെന്നുള്ളത് ഏറ്റു. അപ്പോൾ എന്താ വെച്ചാൽ അവർ ഒരു ഉടായ്പ പരിപാടിയായിട്ട് വന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഫ്രീ ആയിട്ട് കഴിക്കുകയും ചെയ്യുക, അങ്ങനെ ഒരു പൂര. അപ്പോൾ ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിലും വയറിൻ്റെ ഇടയിലൊക്കെ കയറി ഇങ്ങനെ തുളച്ചിട്ട് ഇങ്ങനെ വേർതിരിക്കുന്ന സമയത്ത് ഭക്ഷണം വിശപ്പ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഏതൊരു ഭക്ഷണം കഴിക്കഴിഞ്ഞാലും ഇതിപ്പോൾ നിസ്സാരം നമ്മൾ കുടിക്കുന്ന കാപ്പി ആയാലും ചായ ആയാലും നമുക്ക് വേണ്ട എന്ന് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ ഫുള്ളാണ്. അപ്പോൾ ഒരു ഭക്ഷണവും പിന്നെ ഒന്നും രസമില്ലെന്ന് തോന്നും. അപ്പോൾ ഇവരാദ്യം അവിടുന്ന് അടിച്ച് കയറ്റി വന്നിട്ട് ഫുൾ ഫിറ്റായിട്ട് വയറ് ഫിറ്റായിട്ടാണ് വന്നത്. പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഫുള്ളായിട്ട് കൊടുത്താൽ കഴിക്കത്തില്ല. രണ്ടാൾക്കും ഓരോ 2 ചിക്കൻ ഫ്രൈഡ് റൈസ് കൊടുത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് പിന്നെ ഇത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് നമ്മളെ 2 തെറി കേൾപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. ലാസ്റ്റ് ആ 2 ഫ്രൈഡ് റൈസിൻ്റെയും ആ ഒരു മിനറൽ വാട്ടറിൻ്റെ പൈസ വാങ്ങിയിട്ട്, അത് വേറെ വിഷയം, എന്നിട്ടാണ് പോയത്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഷൈൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു ടീം വന്നിട്ട് ഒരു കൂട്ടം ഭക്ഷണത്തിൻ്റെ പിന്നെ ഇതങ്ങോട്ട് പറഞ്ഞു. സപ്ലയർ എഴുതിയെടുത്തില്ല. ലാസ്റ്റ് എല്ലാ സാധനവും കൊടുത്തപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. നിങ്ങളോടൊരു ലൈമിൻ്റെ കാര്യം പറഞ്ഞില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണങ്ങൾ പറയുന്നതാണ്, അപ്പോൾ എല്ലാ കാര്യവും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് പിന്നെ ഒരു ലൈമിനും കൂടി പറഞ്ഞു. ലാസ്റ്റ് ഇവരുടെ ഒപ്പമുള്ള സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ബില്ല് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അവർ ലൈമും കുടിച്ച് ബില്ലും കൊടുത്തു. അപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ട്. അതല്ലെങ്കിൽ അവർക്കുള്ള സാധനങ്ങൾ അവർ എഴുതി തരിക, അതല്ലെങ്കിൽ എഴുതിയെടുക്കാൻ പറയുക. അതിൽ ഞാൻ എഴുതിയെടുക്കും, കുഴപ്പമൊന്നുമില്ല. വെറുതെ ഷൈൻ ചെയ്യാണ്ട് ഇങ്ങനെ ചില ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ടലുകാരുടെ ശ്രദ്ധയ്ക്ക് അത് ഭക്ഷണം അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് പറയാം. അത് കുറേ പകുതി മുക്കാലോളം കഴിച്ചിട്ട് പിന്നെ നല്ലതല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നമുക്ക് ഭക്ഷണം ബായി വെക്കുമ്പോൾ അറിയാമല്ലോ ഭക്ഷണം എങ്ങനെയുള്ളതാണെന്നുള്ളത്. അത് ഇനിയിപ്പോൾ ബിരിയാണി ആയാലും ചോറായാലും പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും ബീഫ് ഫ്രൈ പിന്നെ ബീഫ് റോസ്റ്റ് ആയാലും ഒക്കെ. അപ്പോൾ ഇത് ഇനിയെങ്കിലും എല്ലാ
ആളുകളിലേക്ക് ഇങ്ങനെയുള്ള ഹോട്ടലുകാരൊക്കെ ഇതാരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പന്മാർ വരും, എന്നിട്ട് തന്ത്രപൂർവ്വം തിന്നിട്ട് പൈസ കൊടുക്കാത്ത രീതിയിൽ പോകുന്നവരുടെ ഒന്നെങ്കിൽ അവരുടെ അടുത്ത് പൈസ കറക്റ്റ് പൈസയാവും, അതല്ലെങ്കിൽ പൈസ ഉണ്ടാകത്തില്ല. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും തട്ടിപ്പ് പറഞ്ഞിട്ട് ഈ ഒഴിവായി പോകുന്ന ആളുകളുണ്ട്. അതുപോലെ ചില ആളുകൾ അവിടെ ഇരുന്നിട്ട് തന്നെ ഇപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഏതൊരു ഇതേപോലെ തന്നെ യൂട്യൂബിൽ വന്നാണ്. ഏതൊരു ഹോട്ടലിൽ കയറിയിട്ട് 2 സ്ത്രീകൾ കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെയുള്ള പുറത്തുള്ള വേസ്റ്റുകളൊക്കെ അതിൽ വാരിയിടുക, മേശയുടെ പുറത്തുള്ള. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രക്ഷപ്പെടാനുള്ളത്. കാരണം അത് കൊണ്ടുതരുന്ന ആൾക്കാർക്ക്, സപ്ലയർമാർക്ക് അറിയാം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് സപ്ലയർ ചിലപ്പോൾ നേരിട്ട് പോയി അവിടെ നിന്ന് ഉണ്ടാക്കിച്ചിട്ട് അങ്ങനെയാണ് ഇത് കൊണ്ടുതരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചില വിക്രസുള്ള ആളുകൾ ഈ പൈസ കൊടുക്കാതെ ചുളിവിൽ കഴിച്ചിലാകാനുള്ള, അതായത് രക്ഷപ്പെടാനുള്ള, ചുളിവിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക, പൈസ കൊടുക്കാതിരിക്കുകയും ചെയ്യുക. അതിനുള്ള ചില തട്ടിപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലും ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും ആരെങ്കിലും എന്നെ വിമർശിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ല ശക്തമായിട്ട് അയാളെ പറ്റി നല്ല വിമർശിക്കും. അതിനാരും ദേഷ്യപ്പെട്ടിരുന്ന കാര്യമില്ല. ശരി, എന്നാൽ ഓക്കെ, നിർത്തുന്നു. ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ.